എന്തോന്നത്? ഒന്നുമില്ല. ഞാനൊന്ന് നോക്കട്ടെ. ആ, ഇനി ഇതിന്റെ കുറവേ ഉള്ളൂ. ചുമ്മാതല്ല നാട്ടുകാർ അതും ഇതും പറയുന്നത്. ഇതിവിടെ ചുമ്മാ ഇങ്ങനെ കിടന്നപ്പോ ഞാനൊന്നെടുത്ത് മറിച്ചു നോക്കിയെന്നേ ഉള്ളൂ. അതെ അതെ, എന്നിട്ടാ എന്നെ കണ്ടപ്പോ അത് ഒളിച്ചു വെച്ചത്. അത് ഇനി ഇതും കൂടി പഠിച്ചോണ്ട് വേണമല്ലോ അവളുടെ പിന്നാലെ പോയി ശൃംഗരിക്കാൻ. എന്നാൽ അങ്ങനെ തന്നെ. പിന്നെ എന്തിനാണ് ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചുകൊണ്ടുന്നത്? ഇവിടെ ഇത് വാങ്ങിയതല്ല, ആ വായി നോക്കിയില്ലേ അവൻ താങ്ങി പിടിച്ചോണ്ട് വന്നതാ. അപ്പൊ അവൻ തിരിച്ചു കൊണ്ടുപോയില്ലേ? ആര്? ആ ഡാൻസ് പഠിപ്പിക്കാൻ വന്നില്ലേ അജയൻ. അവൻ എന്തിനാ ഇത് ഇവിടെ കൊണ്ടുവന്നിരുന്നത്? ഓ, മറന്നിട്ടുണ്ടാവും. അത് പറയാനാ ഞാൻ ഇവിടെ വന്നത്. കാര്യമൊക്കെ ശരി, കാവേരിയുടെ ഡാൻസ് പഠിത്തം ഇനി വേണ്ട. അതെന്താ? പഠിപ്പിക്കാൻ വരുന്നവന്റെ സ്വഭാവം അത്ര നന്നല്ലാത്തതുകൊണ്ട്. ഈ ഇടയ്ക്ക് ഒരുത്തം നടന്നിരുന്നില്ലേ ഒരു റിപ്പയർ? ആ, ഈ ചുറ്റിയും കൊണ്ട് നടന്ന ആൾക്കാരെ തലക്കടിച്ചിട്ട്. ഓ, റിപ്പർ. ആ, എന്തു കുന്തമാവട്ടെ, അവനെ പോലും വെല്ലാൻ മടിക്കാത്തവനാണ് ഇവനെന്നാ ആൾക്കാർ പറയുന്നത്. നിന്നോട് ആരാ പറഞ്ഞത്? നമ്മുടെ പിള്ളച്ചേട്ടൻ. ആ, വിടുവായനോ? അയാൾക്ക് വേറെ പണിയൊന്നുമില്ലാത്തോ? അങ്ങേര് വിടുവാനൊന്നും അല്ല, പിഞ്ചു കുഞ്ഞിന്റെ മനസ്സാ. എന്ത് കണ്ടാലും എന്നോട് ഒന്ന് പറയും. ഇതുവരെ അങ്ങേര് പറയുന്നത് കേട്ടതുകൊണ്ട് എനിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ ചിലർക്ക് ചിലപ്പോ ചിലതൊക്കെ നടന്നില്ലെന്ന് വരും. അതിനിപ്പോ അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനൊന്നും പറയുന്നില്ലേ. എന്താ വേണ്ടത്? പെണ്ണിന്റെ ഡാൻസ് പഠിത്തം ഇവിടെ വെച്ച് നിർത്തണമെന്ന്. അജയൻ അത്ര നല്ലവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും ആദർശശാലിയ ഒരു മനുഷ്യന്റെ മകൻ ഒരിക്കലും നീ ഉദ്ദേശിക്കുന്ന പോലെ വഴിതെറ്റില്ല. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാലേ പെണ്ണ് ചെറുക്കൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോ അറിയാം. എടി, അവളെ സൂക്ഷിക്കാൻ അവൾക്കറിയാം. അവൾ എന്റെ മോളാ. അതുകൊണ്ട് എന്നെ എനിക്ക് പേടി. ഞാൻ ട്രാൻസ്ഫർ വാങ്ങി അവിടുന്ന് ഇവിടെ വന്നത് ചേട്ടന്റെയും ചേട്ടത്തിയുടെയും കൂടെ കുറച്ച് സന്തോഷമായി കഴിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ വന്നപ്പോ ഇതാ പൂരം. പിന്നെ ചില വീടുകളിൽ ഏർപ്പാടുണ്ട്. വിരുന്നുകാർ വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുക. വന്നവർ ഓടിക്കൊള്ളുമല്ലോ. അതുപോലെ എന്നെ ഓടിക്കാനാണ് ഈ കളിയെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. ബാലു പറയുന്നത് ഞാനാ വഴക്കുണ്ടാക്കുന്നെന്ന്. ഹങ്ങരല്ലേ ആദ്യം വഴക്കുണ്ടാക്കിയത്. ഹങ്ങർക്ക് എന്നോടൊന്നും മിണ്ടിയാൽ എന്താ? അപ്പൊ മിണ്ടിയ പ്രശ്നം തീരുമല്ലോ. തീരോ? ആന്നു. ആ, അപ്പൊ ഏട്ടത്തി അവിടെ ഇരിക്കെ, ഞാൻ ഏട്ടനെ ഇങ്ങോട്ട് അയക്കാം. നിങ്ങൾ വാക്കുകൊണ്ടോ വാക്കില്ലാതെയോ കഥകളിയോ ഭരതനാട്യമോ എങ്ങനെയായാലും തിരക്കേടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടി കണ്ടാ മതി. അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങേരുടെ തലയ്ക്കകത്ത് ഇനി ഇതെങ്ങനെ കയറ്റും നോക്കാം. ചേട്ടാ, ഓ, ഇതൊരു വീടാണോ? ഇതൊരു വീടാണോന്ന് നിനക്കെന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് ഒരു മൃഗശാലയാണെന്ന്. ഒരു കൂട്ടിൽ സിംഹം, ഒരു കൂട്ടിൽ കരടി. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മുറുമുറുത്തോണ്ടിരിക്കും അല്ലേ? ശരി, ഒരു കൂട്ടി സിംഹം, ഒരു കൂട്ടി കരടി, സമ്മതിച്ചു. അപ്പൊ നീ ഏതാ ഇനം? ചിമ്പാൻസിയോ? ദേ, ഒരുമാതിരി ചൊറിയെന്ന് വർത്താനം പറഞ്ഞുണ്ടല്ലോ. ചേട്ടനാണെന്ന് നോക്കൂല, ഞാനും വല്ലതൊക്കെ പറയും. പറഞ്ഞോ, നീ ആയിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? ഞാനാരാ? വായില്ലാത്ത കോടാലി. ആർക്കും എടുത്ത് എങ്ങനെയും വെട്ടാം. അങ്ങനെ ആർക്കും എടുത്ത് വെട്ടാൻ കിടന്നു കൊടുത്തിട്ടല്ലേ? ഭാര്യമാരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ആ ചേട്ടാ, ഈ ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്... മതി മതി മതി, പറഞ്ഞു പറഞ്ഞ കേറുകല്ലേ. അടിത്തറ തോണ്ടാൻ വന്നിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യേ, ഒരു കല്യാണം കഴിക്ക്, അപ്പൊ മനസ്സിലാവും. അയ്യോ വേണ്ടേ, എനിക്ക് കല്യാണമേ വേണ്ട. എനിക്ക് ഇത്തിരി സ്വൈര്യമായി ജീവിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. ആ, ഈ പറഞ്ഞത് സത്യം. നിനക്ക് വിവരമുണ്ടെന്ന് ആദ്യമായിട്ട് തോന്നിയത് ഇപ്പോഴാ. അപ്പൊ ചേട്ടാ ഒന്ന് പോടാ വച്ചനെ, ഭരിക്കാൻ വന്നിരിക്കുന്നു. ചേട്ടാ, എന്നെ പ്രസവിച്ച 7-ാം പക്കം നമ്മുടെ അമ്മ മരിച്ചു. 1 വർഷം തികയുന്നതിന് മുമ്പ് അച്ഛനും മരിച്ചു. പിന്നീട് എന്റെ കാണപ്പെട്ട അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയാണ്. അല്ലേ ചേട്ടാ? നിങ്ങളിങ്ങനെ കീരിയും പാമ്പും പോലെ ഇവിടെ കഴിഞ്ഞാൽ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ഈ അനാഥനായ ഞാൻ എവിടെ പോകാനാണ്? എവിടെ പോകാനാണ് ചേട്ടാ? കിഴക്കേക്കോട്ടെ ഒരു പട്ടരുടെ കടയുണ്ട്, അവിടെ കിട്ടും. അയ്യടാ, ഒരിറ്റ് സ്നേഹേ. നിന്റെ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. സാറിന്റെ വരവ് കണ്ടപ്പോഴേ നീ കാര്യം മനസ്സിലായി. മനസ്സിലായില്ല?
എന്നാ പിന്നെ അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഈ നാടൻ കളിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ അവളോട് മിണ്ടണം, അത്രല്ലേ ഉള്ളൂ. എനിക്ക് വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ ഞാൻ ആദ്യം അങ്ങോട്ട് മിണ്ടുക എന്ന് പറയുന്നത് നമ്മുടെ തറവാടിന്റെ അന്തസ്സിന് മോശമല്ലേ? ഒന്ന് മിണ്ടിന്ന് വെച്ച് പോകുന്ന അന്തസ്സങ്ങ് പോട്ടെ. ഞാനല്ലേ അറിയുന്നുള്ളൂ, ഞാൻ സഹിച്ചോളാം. നിനക്ക് മിടുക്കുണ്ടെങ്കിൽ നീ അവളെ കൊണ്ട് ആദ്യം ഇങ്ങോട്ട് മിണ്ടിക്ക്. ഇപ്രാവശ്യം ചേട്ടനൊരു ചെറിയ ത്യാഗം ചെയ്യും പ്ലീസ്. ഒരു അഡ്ജസ്റ്റ്മെന്റ്. നമ്മുടെ വെയിറ്റ് പോവോ? ഒരിക്കലുമില്ല. ചേട്ടന്റെ പാറക്കുട്ടിയല്ലേ, പാവമല്ലേ. ചെല്ലേ. ആ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. തിരിച്ചു വരുമ്പോ രണ്ടുപേരും എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ച്, എന്താ അതായത് സ്നേഹമായിട്ട് ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന എനിക്ക് കാണണം. അതെനിക്ക് ആശയമുള്ളൂ. കാര്യങ്ങൾ നമ്മുടെ കണക്കൂട്ടലനുസരിച്ച് തന്നെ നീങ്ങുന്നുണ്ട്. അത്യാവശ്യമായി ചിലത് പറയുവാനുണ്ട്. വൈകുന്നേരം കാണണം, നമ്മുടെ പഴയ സ്ഥലത്ത്. വരില്ലേ? വരണം. ഇത്രയും ദിവസമില്ലാത്ത പുതിയൊരു സ്നേഹം ഇതെന്റെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇത് നമ്മുടെ ബാലു. ബാലു സ്വന്തമായിട്ട് കാണിക്കുന്ന ചരിത്രങ്ങൾ പോരാ, ഇനി ആ പാവത്തിനെ കൂടെ കൂട്ടുപിടിച്ചോ. ഇത് നമ്മുടെ ബാലുവിന്. നിങ്ങൾ ഇതൊക്കെ നിർത്തുന്ന ഞാൻ വിചാരിച്ചേ. തുടങ്ങി വേണം നിർത്താൻ. എനിക്കൊന്നും കേൾക്കണ്ട. മിണ്ടണ്ട. മിണ്ടു മിണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. എന്താ ഇത്? ചേട്ടാ ചേട്ടാ, ഇനി മേലാൽ അവളുടെ ഉപദേശമായിട്ട് എന്റെ അടുത്ത് വന്നാൽ ചവിട്ടിന്റെ കാലിയാ ഓടിച്ചോളി. എന്ത് പറ്റി ചേട്ടാ? പറ്റിയത് നിന്റെ ചുമ്മാ ഇടി എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് 500 രൂപ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം തന്തയെ വിറ്റ് തിന്നലട നായിന്റെ മോനെ. 500 രൂപയുണ്ട്, പക്ഷെ കാര്യം നടക്കണം. ഇത് വലിയ കാര്യമൊന്നുമല്ല, സിമ്പിൾ ഇടിച്ചു പിടിച്ചാൽ കൈ തരട്ടെ. ഒരു പാലു. ഈ ഇടിയോടുകൂടി അവൻ നാളത്തെ വണ്ടിക്ക് ഭോപ്പാലിൽ പോണം. സ്വന്തം അമ്മ കണ്ടാൽ പോലും അവന്റെ മോന്ത തിരിച്ചറിയരുത്. അപ്പൊ ഇടിയുടെ ഒരു മറ്റേ അങ്ങനെ ഞാൻ കൈ വെക്കണം. വേണ്ട വേണ്ട, വല്ലവരെ കൊണ്ട് തല്ലിച്ചാ മതി. വെറുതെ അവന്റെ കയ്യിലെങ്ങാനും ചെന്ന് വിട്ട് നിന്റെ മോന്തിയും തിരിഞ്ഞ് ഇവിടെ വന്ന ആ പെണ്ണ് നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഏറ്റെണ്ണ അല്ല അച്ഛ. പിന്നെ എന്നെ നീ പറ്റിച്ചോണ്ട് പോകുന്ന വിചാരിക്കണ്ട. തല്ല് നടക്കുന്നിടത്ത് ഞാനും വരും വാച്ച് ചെയ്യാൻ. ഒന്നില്ലേലും നിന്റെ തന്തയല്ലടാ ഞാൻ. സാറിനെ തല്ലാൻ കോൺട്രാക്ട് എടുത്തവരാണ് ഞങ്ങൾ.
100 മണി സീരീസ് ചെയ്തോട്ടെ 50 മണീസ് പോരെ ബാക്കി 50 അയ്യോ വിളിക്കണം എന്താ ബാലു ഞാൻ വയസ്സായ ഒരാളല്ലേ എടാ എന്താ ഇത് എടാ ഒന്നിന് നമ്മൾ തമ്മിൽ അയൽവക്കക്കാരല്ലേ ഞാനും ശശിയും തമ്മിൽ ഇരിപ്പനുസരിച്ച് നീ ഇങ്ങനെ ചെയ്യാമോ എന്താ ചെയ്യാ ഇങ്ങനെ ഒരു മകൻ എനിക്ക് പിറന്നുപോയി എന്തൊരു കഷ്ടം അണ്ണാ താങ്കൾ വീട്ടിൽ വന്നേരെ കേട്ടാ പൊക്കോ 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 എന്റെ 500 രൂപ പോയി അച്ഛാ ഞാനൊരു സത്യം പറയാൻ പോവുകയാണ് അച്ഛൻ ഞെട്ടരുത് ഈ പൂ എവിടെ നിന്ന് കിട്ടിയാണെന്നറിയാമോ നീ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കും അല്ല എന്റെ ഹൃദയം മോഷ്ടിച്ച ഒരു പെൺകുട്ടി എനിക്ക് സമ്മാനിച്ചതാണ് അതാരാണെന്നറിയാമോ വർമ്മസാറിന്റെ മകൾ കാവേരി വിദ്യാധര ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞെട്ടുവന്ന് ഞങ്ങളുടെ പ്രേമവല്ലരിയിൽ പൂത്തതാണ് ഈ പുഷ്പം ഇതിനു പകരം ഞാൻ അവൾക്ക് എന്ത് സമ്മാനം നൽകണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചാലും എന്തു വേണം നീ തന്നെ പറ എന്നെ കുറിച്ചുള്ള അവളുടെ ഇംപ്രഷൻ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് ഒരു 250 രൂപ വരെയുള്ള സമ്മാനമെങ്കിലും വേണം ഒരു 250 രൂപ കൂടെ 250 രൂപ തന്നെ വേണോ ചുളുവിന് വർമ്മയുടെ മകളുടെ അമ്മാവി വേണമെന്ന് വിചാരിക്കുന്നു വേണ്ട ആ ഏതായാലും നല്ലൊരു കാര്യത്തിനല്ലേ അല്ല മടി വെച്ച് കെട്ടിക്കൊണ്ടാ അവസാനം ചുമക്ക ആള് കാണൂല എന്തൊക്കെ പറഞ്ഞാലും തന്തയുടെ മോൻ തന്നെ നാളെ കാവേരിയോട് ഇതൊന്ന് നേരിട്ടൊന്ന് ചോദിക്കണം കേൾക്കുന്നുണ്ട്. ഞാനും പൂക്കളുടെ ഒരു ആരാധികയാണ്. പക്ഷെ കാണുന്ന പൂക്കളെല്ലാം പറിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നാറില്ല. അത് ചെടിയിൽ തന്നെ നിൽക്കുന്ന എന്തോന്നാ ഇത്? സോറി, ഞാൻ ഇവിടെ പറഞ്ഞതാ. സത്യമായിട്ടും ഗോമതിയോട് പറഞ്ഞതാ. എന്തു ചെയ്തെന്നോ? ഞാൻ പിന്നെ വിളിക്കാം. ഒരു കൂട്ടുകാരിയാ. ഒക്കെ എനിക്കറിയാം. മുടി നരച്ചൂന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പഴയ തന്തയാണെന്നൊന്നും വിചാരിക്കണ്ട. ഈ വക കാര്യങ്ങളിൽ അവരവർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്, വീട്ടുകാരല്ല. പിന്നെ കുട്ടി പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പൂക്കൾ നിർവഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതുകൊണ്ട് പൂക്കൾ കൊടുക്കുക, പൂക്കൾ വാങ്ങുക ഒക്കെ നല്ലതിനാണെന്ന് കൂട്ടി. എന്താ കുട്ടമ്പിള്ളെ ഒറ്റയ്ക്ക് എന്ന് ചിരിച്ചുകൊണ്ടിരുന്നത്? കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നീങ്ങുന്നുണ്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് ചിരിച്ചത്. എന്ത് കാര്യങ്ങൾ? പൊതുവെ എല്ലാ കാര്യങ്ങളും. ഇരിക്കൂ. പിള്ളച്ചേട്ടൻ ഒന്നും ഞാൻ കണ്ടില്ല. ഒരു ചായ എടുത്തോളൂ. അതിനെന്താ, ഒരു ചായം കൂടി എടുത്തോളൂ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്റെ സ്റ്റുഡന്റ് മേളിൽ കാണുമല്ലോ. നൃത്തം നല്ലതാണ്, പക്ഷെ അതൊരു താണ്ഡവ നൃത്തമാവരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചൂടെ? അല്ല, അതിരിക്കട്ടെ. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. മോളുടെ കാര്യം എന്താ തീരുമാനിച്ചത്? ഞാനത് കുട്ടമ്പുളോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ആദ്യം തീരുമാനിച്ചതുപോലെ അത് നടക്കുന്നതല്ലേ ഭംഗി. ബാലുവും കാവേരിയും തമ്മിലാണെങ്കിൽ ജാതകം കൊണ്ടും കാഴ്ചയ്ക്കും നല്ല ചേർച്ചയാ. ശശിയും ഞങ്ങളും തമ്മിലുള്ള അകൽച്ച മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടമ്പുള്ളയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ നല്ല കാര്യം. ഞാനിത് അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനമെടുത്താ പോരെ? അത്രയേ ഉള്ളൂ. പക്ഷെ കുട്ടമ്പുള്ളയ്ക്ക് ഇപ്പൊ ഇത് തോന്നാൻ കാര്യം? ആ വീടിന്റെ ടെറസിൽ നിന്ന് ഈ വീടിന്റെ ടെറസിലേക്ക് ഒരാൾക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ചാടണേ? ചാടാൻ പറ്റുമെന്ന് പറ. അത് പോട്ടെ, വർമ്മ സാറിന് ചാടാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എന്നാ ശശിക്ക് പറ്റും. ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്ന പിള്ളേരാരോ എന്റെ മകനോട് പറഞ്ഞതാ. എന്തിനാ ഏതിനാ ചാടണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുട്ടമ്പുള്ള എന്തൊക്കെയായി പറയണേ? സമാധാനായിട്ടിരിക്കും. ഇങ്ങനെ ചാടുന്നുണ്ടോന്ന് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് വർമ്മ സാർ ഒന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോ കള്ളന്മാരാണെങ്കിലോ?
ആരായാലും ശരി ചോദിക്കുകയും പറയുകയും ഒന്നും വേണ്ട. പിട്ടിക്ക 4 പൊട്ടിക്ക. നമുക്കിത്തിരി വയസ്സായി എന്ന് വിചാരിച്ച് കണ്ണി കണ്ടോമാര് ടെറസിന്റെ മുകളിൽ കയറി കഴിയുന്നു ചാടി കളിക്കേ. ഞാൻ എന്റെ കയ്യിലൊക്കെ അവനെ കിട്ടിയാണ്ടല്ലോ. ആഹാ. എന്താ വിളിച്ചേട്ടായി കാണിക്കണേ? 53 വയസ്സുള്ള ഒരു മനുഷ്യന് ഒരു ടെറസിന്റെ മേലേന്ന് മറ്റൊരു ടെറസിന്റെ മേലേക്ക് ചാടാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാളെ വിട്, ശശിക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ഇപ്പൊ ചാടണേ? പറ്റുമെന്ന് പറ. എനിക്ക് പറ്റില്ല. എന്നാ അയാൾക്ക് പറ്റും. ആർക്ക്? 53 വയസ്സുള്ള വർമ്മയ്ക്ക് പറ്റുന്ന. അയാളെന്തിനാ ടെറസുമ്മ കിടന്ന് ചാടണേ? അസുഖം വല്ലതും ഉണ്ടോ? അസുഖമുണ്ട്. അതല്ലേ ഈ ചാട്ടം. ഒന്ന് തെളിച്ചു പറ വിളിച്ചേട്ടാ, അല്ലാണ്ട് എനിക്ക് മനസ്സിലാവൂല. ഓ എടോ മനുഷ്യ, കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരി താമസിക്കുന്ന ഈ വീടിന്റെ ടെറസിലേക്ക് രാത്രി 12 മണിക്ക് ഒരാൾ ചാടുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് ഇനിയും ഞാൻ തെളിച്ചു പറയണോ? ചോദിക്കാനും പറയാനും നിൽക്കണ്ട. പിടിക്കാൻ 4 പൊട്ടിക്ക, അത്രേ ഉള്ളു നിന്ന് മരുന്ന്. കയ്യിൽ 4 പുത്തനുണ്ടെന്ന് വിചാരിച്ച് എന്ത് പോകൃതം കാണിക്കാന്നോ? ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ എന്ന് തുടങ്ങി ഈ ഏർപ്പാട്? അത് തന്നെ എന്റെയും ചോദ്യം. എന്ന് തുടങ്ങി ഏർപ്പാട്? കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചല്ലേ? ഓഹോ, ഇപ്പൊ വാദി പ്രതിയായോ? അയ്യടാ, പകല് കണ്ടാൽ എന്തൊരു മാന്യൻ, ഇരുട്ടായാൽ ഇറങ്ങും ചെറ്റവക്കാരൻ മതിരി കാണാനും. മൂത്ത് നരച്ചല്ലു പോവാ. നരച്ചോ? ഓ, ആ ധൈര്യത്തിലായിരിക്കും പാതിരാക്കി പോക്കൃത്തരം കാണിക്കാമെന്ന് വിചാരിച്ചതല്ലേ? അത്രയ്ക്കൊന്നും വയസ്സായിട്ടില്ലടാ. നിന്നെപ്പോലുള്ള 3-4 കൈകാര്യം ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. ആ, അത് തന്നെയായിരുന്നു മരുന്ന്. ഇയാളെ നന്നാക്കാവും. അയ്യോ അയ്യോ ശശിയേട്ടാ, ആഹാ, ശശിയേട്ടാ. ഇതാണ് നിന്റെ വഴിയല്ലേ? എടാ, ഈ മാവ് ഞാൻ വെട്ടി 2ന്റെയും ശവം ദഹിപ്പിച്ചില്ലെങ്കിൽ എന്നതാ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ? എടാ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അത്രയ്ക്ക് ധൈര്യം കാണാമല്ലോ. ഇങ്ങോട്ട് നിന്നോട് എന്ത് വെച്ചു അവിടെ? ചെന്ന് ചേട്ടനെ പിടിച്ചോണ്ട് വാ.
പറഞ്ഞാ കേൾക്കണം. ഇവിടെ ആരെങ്കിലും ഒന്ന് വാ. ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് മാറ് ശശിയേട്ടാ. അയ്യോ, ശശിയേട്ടാ വേണ്ട. എല്ലാം ചേട്ടാ വേണം ചേട്ടാ അത്രയ്ക്കങ്ങായി ശശിയേട്ടാ. ശശി എന്താ ഇത്? വേണ്ട, നീ കാണിച്ചത് ഇങ്ങോട്ട് വന്നേ. ഈ അയൽവക്കക്കാര് മുഴുവൻ നാട്ടുകാരും വീട്ടിൽ പോ. ഇവനെ നീ വാ ശശിയേട്ടാ. വരൂ, വന്നേ.